ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്ത സാധനം ഇതുപോലുള്ള മീഡിയം സൈസ് 5 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. പിന്നെ ഈ വലിപ്പത്തിലുള്ള 2 തക്കാളിയും. അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും ആദ്യം നമുക്കൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ പിന്നെ കുരുമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പിന്നെ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ പിന്നെ കാശ്മീരി ചില്ലിയും പിന്നെ മറ്റേ എരിവുള്ള ബർഗിപ്പൊടിയും കൂടെ 2 മിക്സായി എടുത്തത് 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. അപ്പോൾ നമ്മൾക്കിനി ആദ്യം ഇതിൻ്റെ വറവ് റെഡിയാക്കി വരാം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഓൾറെഡി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് പിന്നെ എടുത്തു വെച്ച തേങ്ങയും കുരുമുളകും ജീരകവും എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കരിയാതെ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമുക്ക് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീരെ ഡ്രൈ ആവുന്ന സമയത്ത് അത് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബ്രൗൺ നിറ, ഒരുപാട് മൂത്ത് വരണ്ട, ഏകദേശം നല്ലൊരു ബ്രൗൺ നിറമായി വന്നാൽ മതി. അല്ല ചിക്കൻ കറിക്കെല്ലാം പിന്നെ വറവ് എടുക്കുന്ന പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തേങ്ങ ബ്രൗൺ നിറായി വരുന്നതിനിടയിൽ നമുക്ക് 3-4 മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ തീ ഓഫാക്കണം കേട്ടോ. തീ ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചാൽ മതി. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് കൂടി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നോളൂ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം നമ്മൾക്ക് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ ഇട്ടിന് ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇതെല്ലാം നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയത്ത് ഒന്ന് ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ കഷ്ണത്തിന് ഉപ്പ് പിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെയാണ് മസാല അരച്ചെടുത്തത് കേട്ടോ. അതാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് കഴുകിയ വെള്ളം കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ ഏകദേശം ഇച്ചിരി നല്ലോണം കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതിങ്ങനെ പകുതി കണ്ടിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം തിളച്ച് പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അതുപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഇതിൻ്റെ ചൂടാറുന്ന സമയത്ത് ചാറ് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നോളും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സവാളയുടെ ചെറിയ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുക്കണ്ട, കറക്റ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വറവെല്ലാം ഞാൻ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞ് വന്നിട്ടൊന്നുമില്ല, എന്നാലും നല്ല കൊഴുപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് കറിയെല്ലാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ എരിവും പുളിയൊക്കെ നന്നായി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.